ഹായ് ഡിയേഴ്സ്, നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങൾക്ക് ഇങ്ങ് അയർലൻഡിൽ അയോവാൻ എന്ന കൊടുങ്കാറ്റ് വന്നിട്ട് ഇന്ന് 3-ാമത്തെ ദിവസമാണ്. കൊടുങ്കാറ്റ് ഒരു ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോഴും മഴയും തണുപ്പും കാറ്റും കാര്യങ്ങളൊക്കെയാണ്. പല സ്ഥലങ്ങളിലും റെഡ് അലേർട്ടും യെല്ലോ അലേർട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞങ്ങളുടെ കൗണ്ടിയിൽ ദൈവം സഹായിച്ച് വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് ഞങ്ങൾ താമസിക്കുന്ന ഏരിയയിൽ കുറച്ച് നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂസും കാര്യങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കറണ്ട് പോകുകയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ കുറച്ച് ഒരു സിറ്റി മാറിക്കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും 2-3 ദിവസമായിട്ടും കറണ്ട് വരാത്ത ഇടങ്ങളുണ്ട്. ഇവിടെ സംബന്ധിച്ച് കറണ്ട് ഇല്ലെങ്കിൽ നമുക്ക് വെള്ളമോ അല്ലെങ്കിൽ ഫുഡ് ചൂടാക്കാനോ ഹീറ്റിങ്ങോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പം ഇത് ഓൾറെഡി റെഡ് അലേർട്ടും കാര്യങ്ങളും കിട്ടിയതുകൊണ്ട് തന്നെ ഞങ്ങൾ വെള്ളവും കാര്യങ്ങളൊക്കെ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. മൊബൈലും കാര്യങ്ങളൊക്കെ ചാർജ് ചെയ്ത് വെച്ചു. പിന്നെ അതുപോലെ നെറ്റ്വർക്കിൻ്റെ പ്രശ്നങ്ങളുണ്ടാവുമെന്ന് ഞങ്ങൾ മുൻകൂട്ടി കണ്ടതുകൊണ്ട് ഞങ്ങളുടെ നാട്ടിലുള്ള ഫാമിലിയിലും കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞു. പക്ഷേ എങ്കിലും 2 ദിവസത്തിൻ്റെ മുകളിലോട്ട് പോകുമെന്ന് ഞങ്ങളാരും ഒരിക്കലും വിചാരിച്ചില്ല. ഇന്നിപ്പോൾ ഇവിടെ 3-ാം ദിവസമാണ്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള പല ഫ്രണ്ട്സിനും ഇന്നും വെള്ളവും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഉണ്ടാക്കിയ ഫുഡും കാര്യങ്ങളൊക്കെ തീർന്നു തുടങ്ങിയതുകൊണ്ടും ഞങ്ങൾ ആൽഡി പോയി കുറച്ച് സാധനങ്ങൾ അത്യാവശ്യം അവർക്ക് വേണ്ട പാല്, ബണ്ണ്, അതുപോലെ ചപ്പാത്തി കാര്യങ്ങളൊക്കെ മേടിച്ച്. അതുപോലെ ഇവിടെ തണുപ്പാന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഹീറ്റിങ്ങും കാര്യങ്ങളൊന്നും വർക്ക് ചെയ്യുന്നില്ല. അപ്പം കുറച്ച് വിറകും കാര്യങ്ങളും കത്തിക്കാനൊക്കെ ആയിട്ട് ചൂടിന് വേണ്ടിയിട്ട് അതൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ഞങ്ങൾ വന്നു കയറിയ സമയത്ത് പെട്ടെന്ന് കറണ്ട് വരികയും ഒരു 20 മിനിറ്റോളം അത് നിൽക്കുകയും ചെയ്തു. അത് കണ്ട ഉടനെ തന്നെ അവർ തുണി എടുത്ത് അലക്കാനിട്ടു. കാരണം തുണി ഉണങ്ങിക്കിട്ടാൻ ഈ മഴയത്ത് പാടാണല്ലോ. അപ്പോൾ ഹീറ്റിങ്ങിൻ്റെ മുകളിലോട്ടും കാര്യങ്ങളും ഒക്കെ ഇട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ തുണി അലക്കി തീരാനുള്ള സമയം പോലും ഉണ്ടായില്ല. 20 മിനിറ്റ് അതിനുള്ളിൽ കറണ്ട് പോകുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. അവരവരുടെ 3 ദിവസത്തെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെയാണ് ഷെയർ ചെയ്യുന്നത്. ഐറിഷ് ചരിത്രത്തിൽ തന്നെ ഒരു ഭീകര കൊടുങ്കാറ്റെന്നാണ് ഐറിഷ് പത്രങ്ങളും കാര്യങ്ങളൊക്കെ ന്യൂസുകളും പറയുന്നത്. എന്തായാലും ഈ ഒരു അയോവാൻ കൊടുങ്കാറ്റ് ഒരു ജീവനും കൊണ്ടാണ് പോയേക്കുന്നത്. ഒരു ഐറിഷ് ജീവനും കൊണ്ടാണ് വെള്ളിയാഴ്ച പുലർച്ചെ 5:30 കാറിൻ്റെ മുകളിലോട്ട് മരം വീണ് ഒരു യാത്രക്കാരൻ്റെ ജീവനെടുത്തെന്നാണ് ന്യൂസുകളും കാര്യങ്ങളും അറിയാൻ സാധിച്ചത്. അപ്പം ഇനിയും തുടർന്നുള്ള ദിവസങ്ങളിലും കൊടിയ തണുപ്പും മഴയും കാറ്റും കാര്യങ്ങളൊക്കെയാണെന്നാണ് ന്യൂസുകളും കാര്യങ്ങളൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു പ്രശ്നം എനിക്ക് തോന്നുന്നു വെള്ളമാണെന്ന്. കാരണം വേറെ എന്തും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, പക്ഷേ വെള്ളമില്ലാണ്ട് ജീവിക്കാനേ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇതെല്ലാം അറിഞ്ഞ് ഞങ്ങളെല്ലാവരും വെള്ളവും കാര്യങ്ങളൊക്കെ ടിഫിൻ ബോക്സ് പോലും വിടാതെ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അവരവിടെ അത് എടുത്തൊക്കെ കാണിക്കുന്നുണ്ട്, ടിഫിൻ ബോക്സിലൊക്കെ വെള്ളം നിറച്ച് വെച്ചേക്കുന്നത്. പക്ഷേ 3 ദിവസം വരെ പിടിച്ചു നിൽക്കാനുള്ള വെള്ളവും കാര്യങ്ങളൊന്നും നമുക്കുണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ നേഴ്സ് ഹോമിലും ഒക്കെ പോയി ആയിരിക്കും കുളിക്കുകയോ കാര്യങ്ങളൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ നേഴ്സ് ഹോമിൽ നിന്നും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. കുടിയും കറണ്ടും പോയ 2 ദുരിതാശ്വാസ ക്യാമ്പിലെ വ്യക്തികൾ വെള്ളം പിടിച്ചു വെച്ചേക്കുന്ന പാത്രങ്ങൾ ഒരു കുഞ്ഞു പാത്രം പോലും വിട്ടിട്ടില്ല. ശരി, ടാറ്റ, പോവാ.